ഇപ്പൊ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരോപണം, ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്നതാണ്. അപ്പോൾ ഇപ്പൊ തന്ത്രിക്ക് എന്തിനാണ് പ്രത്യേക പരിരക്ഷ എന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്? ഒരു പരിരക്ഷയും വേണ്ട, ഒരു പൗരനുള്ള പരിരക്ഷ വേണ്ടേ? ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ എന്ത് കാര്യം, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അതാണ് കേസ്. ഒന്ന്. രണ്ട്, ഇവർക്ക് ആർക്കും ഇപ്പോഴും ജാമ്യം കൊടുക്കുന്നില്ല. സുപ്രീം കോടതി ഓടിക്കുകയാണ് ജാമ്യത്തിന് ചെല്ലുമ്പോൾ. പക്ഷേ പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ ഈ പ്രതികൾക്ക് മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ തെളിവില്ല. ഇനി ഇവർ പുറത്തിറങ്ങിയ ഉള്ള തെളിവും കൂടി നശിപ്പിച്ചാൽ ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അതായത് ശബരിമല കേസ് ഒരു തെളിവുമില്ലാതെ ഈ പ്രതികളെല്ലാം രക്ഷപ്പെട്ട് പോകുന്ന രീതിയിൽ അപകടത്തിൽ എത്തുമോ എന്നുള്ള ഉത്കണ്ഠ പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങളത് നിയമസഭയ്ക്കകത്തും പുറത്തും പങ്കുവച്ചിട്ടുണ്ട്. അല്ല, ഇതിപ്പോ എല്ലാവരും പുറത്തിറങ്ങിയ പിന്നെന്താ കേസ്? തെളിവില്ലെങ്കിൽ പിന്നെന്താ കേസ്? കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പറ്റുന്നില്ല, പിന്നെന്താ കേസ്? ആര് ഡേറ്റ മോഷണം നടത്തിയാലും തെറ്റാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡേറ്റ മോഷ്ടിച്ചെന്ന് ഓർത്തോട്ട് മുഖ്യമന്ത്രിയും ഡേറ്റ മോഷ്ടിക്കാൻ ഇറങ്ങാമോ? ഡേറ്റ മോഷണമാണ്. മാത്രമല്ല, ഈ ഡേറ്റ ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് മേടിക്കാനുള്ള കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ ഡേറ്റ, ഹെൽത്ത് ഡേറ്റയും കൂടി ഉണ്ടാവും. ഇതിന് വലിയ പൈസയ്ക്ക് മേടിക്കും. അവർക്ക് വലിയ താല്പര്യമുള്ളതാണ്. ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കപ്പെടും, ദുരുപയോഗം ചെയ്യപ്പെടും, മറ്റേ ഫ്രോഡ് നടക്കും. ഇതിനകത്ത് ഈ ഒരുപാട് ഫ്രോഡ്, ഡിജിറ്റൽ ഫ്രോഡുകൾ നടക്കാൻ ഈ ഡാറ്റയെ മിസ്യൂസ് ചെയ്യും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്. അല്ല, എന്തിനാ കേസ് കൊടുക്കണം? ആരെങ്കിലും സർവേ നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കണം? ഇവിടെ എത്ര ചാനലുകൾ സർവേ നടത്തുന്നുണ്ട്? ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കാൻ പോകണം സർവേ നടത്തുന്നതിന്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.